ഗ്രാമവീഥികളിൽ മണിയടിച്ച് പഞ്ഞിമിഠായി വിറ്റ് കുടുംബം പുലർത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രൻ തന്റെ ഉന്തുവണ്ടിയുമായി 3 പതിറ്റാണ്ടായി മധുരമുള്ള ജീവിതയാത്ര തുടരുകയാണ്. വിഷു, ഓണം, റംസാൻ, ക്രിസ്മസ് തുടങ്ങി എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിഠായിയുമായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായി രാജേന്ദ്രൻ എത്തുന്നുണ്ട്. 1996 27-ാം വയസ്സിലാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടവുമായി ഇദ്ദേഹം കേരളത്തിലെത്തിയത്. 24 വർഷമായി ചങ്ങരംകുളം കാഞ്ഞൂരിലാണ് രാജേന്ദ്രൻ കുടുംബമായി താമസിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഭരണിയിൽ മിഠായിയുമായി നടന്നായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. പെരുമ്പിലാവ്, ചാലിശ്ശേരി, കടവല്ലൂർ, കുന്നംകുളം, വെളിയങ്കോട്, കാട്ടകാമ്പാൽ മേഖലകളിലെല്ലാം 2 ആഴ്ച കൂടുമ്പോൾ പഞ്ഞിമിഠായിയുമായി എത്തും. 7 വർഷം മുമ്പാണ് 4 ചക്രമുള്ള ഉന്തുവണ്ടിയിൽ മധുര വിൽപ്പന തുടങ്ങിയത്. ദിവസവും 30 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 5 കിലോയിലധികം മിഠായി വിൽപ്പന നടത്തും. ഗ്രാമങ്ങളിലെ ഇടവഴികളെല്ലാം സ്വന്തം നാടിനേക്കാൾ സുപരിചിതമാണ് ഇദ്ദേഹത്തിന്. പ്രായം 70-നോടടുക്കുമ്പോഴും മധുരവുമായി എത്തുന്ന മിഠായി മാമന്റെ മണിയടി ശബ്ദം ദൂരെ കേട്ടാൽ കുട്ടികൾ ഓടിയെത്തും. 10 രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് വിൽപ്പന നടത്തുന്ന മിഠായി വിറ്റുകിട്ടുന്ന വരുമാനമാണ് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതമാർഗം. വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും സന്തോഷവും സംതൃപ്തിയുമാണ് തനിക്കും കുടുംബത്തിനുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. 30 വർഷത്തിനുള്ളിൽ പല മാറ്റങ്ങളും സമൂഹത്തിലും ജീവിതത്തിലും വന്നെങ്കിലും പഴയ രുചിയും മണവും തന്നെയാണ് മാമന്റെ പഞ്ഞിമിഠായിക്ക്. അതുകൊണ്ടുതന്നെ ആവശ്യക്കാരും ഏറെയാണ്.